ഒക്ടോബർ 18 ശനിയാഴ്ച. ലൂക്ക 11:47 മുതൽ 54 വരെ വാക്യങ്ങൾ. ഇന്ന് തിരുസഭ വിശുദ്ധ ലൂക്കായുടെ തിരുനാൾ ആഘോഷിക്കുന്നു. പുതിയ നിയമത്തിലെ 4 സുവിശേഷകാരിൽ ഒരാളായിരുന്നു വിശുദ്ധ ലൂക്ക. ലൂക്കായുടെ സുവിശേഷവും അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളും അദ്ദേഹം എഴുതി. വിശദാംശങ്ങളിലും കഥ പറച്ചിലിലും ശ്രദ്ധാലുവായിരുന്നു ലൂക്ക. യേശുവിൻ്റെ ജീവിതവും പഠിപ്പിക്കലുകളും വ്യക്തമായി പങ്കുവയ്ക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു. വിശുദ്ധ പൗലോസിൻ്റെ പല മിഷണറി യാത്രകളിലും ലൂക്ക കൂട്ടാളിയായിരുന്നു. ക്രിസ്തുവിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കാൻ അദ്ദേഹം സഹായിച്ചു. ലൂക്ക ഒരു ഡോക്ടറും സുഹൃത്തുമാണെന്ന് കാണിക്കുകയാണ് പൗലോസ് അദ്ദേഹത്തെ പ്രിയപ്പെട്ട വൈദ്യൻ എന്ന് വിളിക്കുന്നത്. ലൂക്കായുടെ രചനകൾ ആദിമസഭയെക്കുറിച്ചും യേശുവിൻ്റെ സുവിശേഷം എങ്ങനെ ദൂരസ്ഥലങ്ങളിലേക്ക് വ്യാപിച്ചുവെന്നും നമ്മോട് പറയുന്നു. ലൂക്കായുടെ സുവിശേഷം യേശുവിൻ്റെ കരുണയിലും അനുകമ്പയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അതിൽ മുടിയനായ പുത്രൻ്റെയും നല്ല ശമരിയാക്കാരൻ്റെയും കഥകൾ ഉൾപ്പെടുന്നു. ദരിദ്രരെയും രോഗികളെയും ദുരിതം അനുഭവിക്കുന്നവരെയും യേശു എങ്ങനെ പരിപാലിച്ചു എന്നതിനെക്കുറിച്ച് ലൂക്ക പലപ്പോഴും എഴുതിയിട്ടുണ്ട്. ഡോക്ടർമാരുടെയും കലാകാരന്മാരുടെയും മധ്യസ്ഥനായി വിശുദ്ധ ലൂക്കായെ സഭ ആദരിക്കുന്നു. ഒക്ടോബർ 18 അദ്ദേഹത്തിൻ്റെ തിരുനാൾ. ക്രിസ്തുവിൻ്റെ സന്ദേശം മനസ്സിലാക്കാൻ ക്രിസ്ത്യാനികളെ സഹായിക്കുന്നതിന് അദ്ദേഹത്തിൻ്റെ പാരമ്പര്യം പ്രധാനമാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗം ദൈവത്തിൻ്റെ സത്യം നിരസിക്കുന്നതിൻ്റെ അനന്തരഫലങ്ങളെക്കുറിച്ചുള്ള ഗൗരവമേറിയ ഓർമ്മപ്പെടുത്തലാണ്. ആബേൽ മുതൽ സഖറിയാവ് വരെയുള്ള പ്രവാചകന്മാരുടെ രക്തം ഈ തിരസ്കരണ ചക്രം തുടരുന്നവർക്കെതിരെ പ്രതികാരം ചെയ്യുമെന്ന് യേശു മുന്നറിയിപ്പ് നൽകുന്നു. ദൈവത്തിൻ്റെ സന്ദേശം സ്വീകരിക്കാൻ എല്ലായ്പ്പോഴും എളുപ്പമല്ല. പക്ഷേ അവൻ്റെ തിരുത്തലുകൾക്ക് നമ്മുടെ ഹൃദയങ്ങൾ അടയ്ക്കുമ്പോൾ പരിവർത്തനത്തിനും രക്ഷയ്ക്കുമുള്ള അവസരം നമുക്ക് നഷ്ടപ്പെടും. ഫരിസേയർ യേശുവിനെ നിരസിച്ചത് അവരുടെ പൂർവികർ പ്രവാചകന്മാരെ നിരസിച്ചതുപോലെ ആത്യന്തികമായി ന്യായവിധിയിലേക്ക് നയിച്ചു. നാം എല്ലാവരും താഴ്മയുള്ളവരും ദൈവത്തിൻ്റെ ശബ്ദത്തിന് തുറവിയുള്ളവരുമായിരിക്കണമെന്ന ആഹ്വാനമാണിത്. നമ്മെ വെല്ലുവിളിക്കുന്ന സത്യത്തെ അഭിമുഖീകരിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളെ കഠിനമാക്കാനുള്ള പ്രലോഭനത്തെ നാം ചെറുക്കണം. പകരം ദൈവത്തിൻ്റെ തിരുത്തൽ താഴ്മയോടെ സ്വീകരിക്കാം. അവൻ്റെ സത്യം നമ്മെ രൂപാന്തരപ്പെടുത്താൻ അനുവദിക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിക്കാൻ ഈ സുവിശേഷം നമ്മെ ക്ഷണിക്കുന്നു. കേൾക്കാൻ പ്രയാസമാണെങ്കിൽ പോലും ദൈവത്തിൻ്റെ സന്ദേശത്തിനായി നാം തുറവിയുള്ളവരാണോ? ദൈവത്തിൻ്റെ സത്യം സ്വീകരിക്കുന്ന വ്യക്തികളാകാൻ നമുക്ക് പരിശ്രമിക്കാം. അത് ജീവനിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും നമ്മെ നയിക്കുമെന്ന് തിരിച്ചറിയാം. അങ്ങനെ ചെയ്യുന്നതിലൂടെ തിരസ്കരണത്തിൻ്റെ ചക്രം നാം തകർക്കുകയും ദൈവഹിതത്തോടുള്ള അനുസരണത്തിൽ നടക്കുവാൻ നമ്മെ പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം Kerala.